പിന്നെ നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ പഴുത്ത ചക്ക കിട്ടിയോ? ഇവിടെ ഉണ്ടല്ലോ 1-2 ദിവസമായിട്ട് അയൽവാസികൾ ഇങ്ങനെ പഴുത്ത ചക്ക കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഈ പഴുത്ത ചക്ക വെച്ചിട്ടാണ് ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്നത്. കുട്ടികളൊക്കെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണല്ലോ, അവർക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കിയോളൂ കേട്ടോ. അടിപൊളിയായിട്ടാണ്, അവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. മാത്രമല്ല നല്ല സ്മെല്ലും കൂടെ ഉണ്ട് കേട്ടോ ഇതിന്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ വരിക്കച്ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു കളയുക, അതിൻ്റെ അകത്തൊരു പാട ഉണ്ടാവും, അതൊന്ന് കളയാം കേട്ടോ. എന്നിട്ട് ചക്ക ഇതുപോലെ 2ആയിട്ട് കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഗോതമ്പ് പൊടിയിൽ ചെയ്യുക, പക്ഷേ കുറച്ച് കട്ടിയായിരിക്കും ബാറ്റർ. ഇതിലേക്കൊരു 1/4 കപ്പ് ദോശയുടെ ബാറ്റർ ഉണ്ടല്ലോ, ഇഡ്ഡലിയോ ദോശയുടെ ബാറ്റർ ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമുള്ള ചക്കയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര മതി കേട്ടോ. ഇല്ലാത്തതാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബാറ്റർ ആക്കി എടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഞാൻ ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ആ പരുവത്തിൽ മാത്രമേ നിങ്ങൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്തെ അല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു കട്ടിക്കാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വിരലിൽ ഇങ്ങനെ മുക്കി എടുക്കുന്ന സമയത്തെ ആ ബാറ്റർ നമ്മുടെ വിരലിനെ ഇങ്ങനെ കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കാൻ താല്പര്യമില്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഇഡ്ഡലിയുടെ ബാറ്റർ ചേർത്തതാണല്ലോ, അപ്പോൾ ഒരു 2 മണിക്കൂർ പൊങ്ങാൻ വെച്ചാൽ മതി. അപ്പോൾ താനെ അതങ്ങ് വീർത്ത് വന്നോളും. ഇത് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബേക്കിംഗ് സോഡ കുറച്ച് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടാകാൻ വെച്ചതിന് ശേഷം അതിൽ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിത് ഇടുന്ന ആ സമയത്ത് തന്നെ തവയിട്ടിട്ട് ഇളക്കരുത് കേട്ടോ. അതൊന്ന് പൊങ്ങി വന്നോട്ടെ. പൊങ്ങി വന്നതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തട്ടി കൊടുത്താൽ അതങ്ങ് വിട്ടു പോന്നോളൂ. മറ്റേത് നമ്മളെ തവി അപ്പം തന്നെ ഇട്ട് ഇളക്കിയാലേ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ആ തവിയിൽ അങ്ങ് ഒട്ടിപ്പിടിക്കും. മാത്രമല്ല ആ ബാറ്റർ അതിന് മുകളിൽ നിന്ന് അങ്ങോട്ട് അടർന്ന് പോരുകയും ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ തവി ഇട്ടിട്ട് ഇളക്കിയാൽ മതി എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ പഴംപൊരിക്ക് പൊരിച്ചെടുക്കുന്നുണ്ടല്ലോ, അതേ പരുവത്തിൽ അങ്ങ് പൊരിച്ചെടുക്കുക. തിരിച്ചും മറിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന പോലെ അങ്ങ് പൊരിച്ച് കോരിയെടുക്കുക കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ഇതിന്. ഈ ചക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു പുറത്തേക്കൊക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചക്ക കിട്ടുവാണെങ്കിൽ ഇത് ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോതമ്പ് പൊടിയിൽ നിങ്ങൾക്ക് ചെയ്യുന്നെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ ഗോതമ്പ് പൊടി ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കട്ടിപ്പ് ഉണ്ടാവും അതിൻ്റെ ബാറ്ററിന്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും, അങ്ങനെയുള്ളവർ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.